മാസങ്ങൾ കഴിഞ്ഞുപോയി. മംഗലത്ത് ആ വലിയ വീട്ടിലെ കഠിനമായ ജീവിതത്തോട് ദക്ഷ ഇപ്പോൾ പതുക്കെ പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും അവളുടെ മനസ്സിനുള്ളിൽ ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. എന്തുകൊണ്ടാണ് കാശി തന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? താൻ അറിയാത്ത എന്ത് തെറ്റാണ് തൻ്റെ കുടുംബം ചെയ്തത്? ഈ ചോദ്യങ്ങൾ അവളെ ഉള്ളിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ മാസങ്ങൾക്കിടയിൽ പലതവണ പത്മനാഭൻ നായർ കാശിയെ വന്ന് കാണുകയും തൻ്റെ മകളെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് കരഞ്ഞ് യാചിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും കാശി അതിന് സമ്മതിച്ചില്ല. അവൻ്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ആ അച്ഛൻ്റെ കണ്ണീരിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ദക്ഷ ഇപ്പോൾ പാറുമ്മക്ക് സ്വന്തം മകളെ പോലെയായിരുന്നു. അവർ തമ്മിലുള്ള ആ നല്ല കൂട്ടും പരസ്പരമുള്ള സ്നേഹവും കാശി ദൂരെ മാറി നിന്ന് രഹസ്യമായി കാണാറുണ്ടായിരുന്നു. ഉള്ളിൽ കടുത്ത പക അഭിനയിക്കുമ്പോഴും അവർ രണ്ടുപേരും സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ആശ്വാസവും സന്തോഷവും നിറയുമായിരുന്നു. മറുഭാഗത്ത് മാളികക്കൽ തറവാട് ഇപ്പോൾ പൂർണ്ണമായും ഇരട്ടിലായിരിക്കുകയാണ്. മകൾ നഷ്ടപ്പെട്ട സങ്കടവും അതിലുപരി പണ്ട് താൻ കാശിയുടെ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചുള്ള ഓർമ്മകളും പത്മനാഭൻ നായരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കടുത്ത കുറ്റബോധം പേറിയുള്ള ഒരു നരകതുല്യമായ ജീവിതമായിരുന്നു അദ്ദേഹം ഇപ്പോൾ നയിച്ചിരുന്നത്. ദക്ഷ പോയതോടെ ലക്ഷ്മി അമ്മ പൂർണ്ണമായും മാനസികമായി തകർന്നുപോയി. അവർക്കിപ്പോൾ രാത്രിയിൽ ഒന്നുറങ്ങണമെങ്കിൽ പോലും മരുന്നുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അന്ന് കാശി വന്ന ദിവസമുണ്ടായ ആ വലിയ തകർച്ചയിലും വീഴ്ചയിലും മാധവി അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയിരുന്നു. അവർ ഇപ്പോൾ കിടപ്പിലാണ്. തൻ്റെ കുടുംബത്തിൻ്റെ ഈ കടുത്ത തകർച്ചയും താനും അച്ഛനും ചേർന്ന് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ദക്ഷ ഗ്രൂപ്പ് എന്ന വലിയ കമ്പനി തകർന്നടിയുന്നതും കണ്ട് ഉണ്ണിയുടെ ഉള്ളിലെ വിഷമം ഇരട്ടിച്ചു. പക്ഷേ തൻ്റെ അച്ഛൻ പണ്ട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്ന സത്യം ഉണ്ണിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെ ഈ അവസ്ഥയിലാക്കിയ കാശിയോടുള്ള കടുത്ത പകയും പ്രതികാര ചിന്തയും നെഞ്ചിലേറ്റി മാത്രമാണ് ഉണ്ണിപ്പോൾ ജീവിക്കുന്നത്. അന്ന് രാവിലെ ദക്ഷ സാധാരണ പോലെ അടുക്കളയിൽ പാറു അമ്മയെ ഓരോ പണികൾ സഹായിക്കുകയായിരുന്നു. അതിനിടയിലാണ് പാറു അമ്മ കാശിയുടെ മുറിയുടെ പറ്റി കാര്യം പറഞ്ഞത്. മോളെ, കാശിയുടെ മുറി ഒതുക്കി വൃത്തിയാക്കിയിട്ട് കുറേ ദിവസമായി. അവൻ്റെ മുറിക്കകത്ത് ആരെങ്കിലും കയറുന്നത് അവന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനല്ലാതെ ഇവിടെ വീട്ടുപണിക്കായി വരുന്ന ആ സ്ത്രീയെ പോലും അവന് മുറിക്കകത്ത് കയറ്റാറില്ല. അതിനൊന്നും അവന് സമ്മതിക്കില്ല. അവനിപ്പോൾ പുറത്തു പോയിരിക്കല്ലേ. അവൻ മടങ്ങി വരുമ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്കും കൂടി ആ മുറി ഒന്ന് വേഗം വൃത്തിയാക്കി നേരാക്കി വെക്കാം. അങ്ങനെ കാശി അവിടെ ഇല്ലാത്ത ധൈര്യത്തിൽ അവർ രണ്ടുപേരും കൂടി മുകളിൽ അവൻ്റെ മുറിയിലേക്ക് വന്നു. പാറു അമ്മ കാശിയുടെ വലിയ ഷെൽഫിലിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നായി പുറത്തെടുത്തു. ദക്ഷ വലിയ കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് അവൻ്റെ ആ മുറിയും സാധനങ്ങളും നോക്കിയിരുന്നത്. അതിനിടയിലാണ് പാറു അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അവർ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പതുക്കെ ആ മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് നടന്നുപോയി. പാറു അമ്മ മാറിയ ആ സമയത്താണ് ഷെൽഫിൻ്റെ ഒരു വശത്തിരുന്ന വളരെ പഴക്കമേറിയ ആ വലിയ കറുത്ത പെട്ടി ദക്ഷയുടെ കണ്ണിൽ പെട്ടത്. അതിനകത്ത് എന്തായിരിക്കുമെന്ന ആകാംക്ഷ അവളുടെ ഉള്ളിൽ ഇരച്ചു കയറി. അവൾ പതുക്കെ ആ പെട്ടി കയ്യിലെടുത്തുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം തുറന്നു. ഉള്ളിൽ കണ്ട കാഴ്ച അവളെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. സ്വർണ്ണ നിറത്തിൽ മനോഹരമായി കൊത്തുപണികൾ ചെയ്ത കട്ടിയുള്ള ചട്ടയോട് കൂടിയ ഒരു പഴയ ഡയറി ആയിരുന്നു അത്. അവൾ അത് ആകാംക്ഷയോടെ തുറന്നു നോക്കി. എൻ്റെ ജീവന്റെ പാതി. അത് വായിച്ചതും ദക്ഷയുടെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. കാശിയുടെ ഉള്ളിൽ ഇങ്ങനെയും ഒരു പ്രണയമോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ശ്വാസം അടക്കി പിടിച്ച് ആ പേജുകളിലേക്ക് കൂടുതൽ നോക്കാൻ തുടങ്ങി. ഇതേ സമയം തൻ്റെ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഏതോ ഫയലുകൾ മുറിയിൽ മറന്നു വെച്ചു. അത് എടുക്കാനായി കാശി പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അവൻ മുകളിലെ മുറിയിലേക്ക് കയറി വന്നു. പക്ഷേ അകത്തേക്ക് കാലെടുത്തു വെച്ച കാശി കണ്ട കാഴ്ച അവൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതായിരുന്നു. താൻ ജീവനേക്കാൾ പ്രാണനായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആർക്കും മുന്നിലും തുറന്നിട്ടില്ലാത്ത ആ സ്വർണ്ണ ചട്ടയുള്ള ഡയറി ദക്ഷയുടെ കൈകളിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. ആ കാഴ്ച കണ്ടതും അവൻ്റെ കണ്ണുകളിൽ വന്യമായ ദേഷ്യം ഇരച്ചു കയറി. അവൻ ഒറ്റപ്പാച്ചിലിന് അവളുടെ മുന്നിലെത്തി ദക്ഷയുടെ കവിളിലേക്ക് ആഞ്ഞൊരടി കൊടുത്തു. വലിയ ശബ്ദത്തോടെ ആ അടി അവളുടെ കവിളിൽ പതിഞ്ഞു. ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെ മുറിയിൽ കയറിയത്? ഇത് തൊടാനുള്ള അനുവാദം നിനക്ക് ആരാടി തന്നത്? കാശിയുടെ ആ കനത്ത അലർച്ച ആ
വലിയ വീടിനെ ഒന്നാകെ നടുക്കി കളഞ്ഞു. ഫോൺ സംസാരം നിർത്തി ബാൽക്കണിയിൽ നിന്നും ഓടി വന്ന പാറുവമ്മ ഈ കാഴ്ച കണ്ട് ഭയന്നു പോയി. അവർ വേഗം വന്ന് ദക്ഷയെ കാശിയുടെ മുന്നിൽ നിന്നും മാറ്റിപ്പിടിച്ചു. എന്നിട്ട് വിറക്കുന്ന ശബ്ദത്തോടെ അവനോട് പറഞ്ഞു, കാശി, മോളെ ഒന്നും ചെയ്യല്ലേ. ഞാനാ പറഞ്ഞത്, മോൻ്റെ മുറി വൃത്തിയാക്കിയിട്ട് കുറേ ദിവസമായല്ലോ, അതുകൊണ്ട് ഇതൊന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. പക്ഷേ കാശിയുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല. അവൻ പാറുവമ്മയെ നോക്കി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ മുറിയിലേക്ക് ഞാൻ അറിയാതെ ആരും വരുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പാറുവമ്മക്ക് അറിയുന്നതല്ലേ. എന്നിട്ടും ഇവളുടെ ഭാഗം ചേർന്ന് പാറുവമ്മ എൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണോ? കവിളിൽ കൈവച്ച് നിൽക്കുന്ന ദക്ഷയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അണപൊട്ടിയൊഴുകി. അവൾ തല താഴ്ത്തി നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും വീണ ഒരു വലിയ കണ്ണുനീർ തുള്ളി ആ ഡയറിയുടെ ആദ്യ പേജിലെ എൻ്റെ ജീവൻ്റെ പാതി എന്നെഴുതിയ ആ വരികളിലേക്ക് മുകളിലേക്ക് കൃത്യമായി വന്നു വീണു. ആ കണ്ണീരിൽ തട്ടി ആ മഷി പതുക്കെ ഇളകി പടർന്നു ഒലിക്കാൻ തുടങ്ങി. അവൾ തളർന്ന ചുവടുകളോടെ തലയും കുനിച്ച് വേഗത്തിൽ ആ മുറിയിൽ നിന്നും സ്വന്തം മുറിയിലേക്ക് ഓടിപ്പോയി. കാശി കടുത്ത ദേഷ്യത്തിൽ സംസാരിച്ചതോടെ പാറുവമ്മ ഒന്നും അവനോട് മിണ്ടാൻ നിന്നില്ല. അവരുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങി നേരെ ചെന്നത് ദക്ഷയുടെ അരികിലേക്കായിരുന്നു. മുറിയിൽ കവിളും ചേർത്ത് പിടിച്ച് കരയുകയായിരുന്ന ദക്ഷയുടെ അരികിലേക്കിരുന്ന് പാറുവമ്മ തങ്ങളുടെ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. വല്ലാത്തൊരു കുറ്റബോധത്തോടെ അവർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ കുട്ടിയെ, നിനക്കിന്ന് ഈ വേദന തിന്നേണ്ടി വന്നത് എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ്. ഞാനാണ് നിന്നെ ആ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. ഈ പാറുവമ്മയോട് എൻ്റെ മോള് ക്ഷമിക്കില്ലേ? പറഞ്ഞു തീരുന്നതിനൊപ്പം പാറുവമ്മയുടെ ശ്വാസം ഒന്ന് വലിഞ്ഞു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യാതൊരു ബോധവുമില്ലാതെ അവർ ദക്ഷയുടെ മടിയിലേക്ക് തളർന്നു വീണു. കടുത്ത മാനസിക വിഷമം താങ്ങാൻ കഴിയാതെ അവരുടെ ബോധം പൂർണ്ണമായും മറിഞ്ഞിരുന്നു. പാറുവമ്മേ! ദക്ഷയുടെ ഭയന്ന് വിറച്ചുകൊണ്ടുള്ള ആ കനത്ത അലർച്ച മുകളിലെ മുറിയിൽ നിന്നിരുന്ന കാശിയുടെ കാതുകളിൽ വന്നു പതിച്ചു. അവൻ ഭയന്ന് അങ്ങോട്ട് ഓടി വന്നു. മുറിയിൽ ദക്ഷയുടെ മടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന പാറുവമ്മയെ കണ്ടതും കാശിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ അവരോട് എന്താണ് ചെയ്തതെന്ന ഭാവത്തിൽ അവൻ ദക്ഷയെ ഒന്ന് രൂക്ഷമായി നോക്കി. പക്ഷേ ഒരൊറ്റ നിമിഷം പോലും കളയാനില്ലെന്ന് മനസ്സിലാക്കിയ കാശി പാറുവമ്മയെ ഇരു കൈകളിലും കൂരിയെടുത്ത് താഴേക്ക് ഓടി. ദക്ഷയും കരഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ പാഞ്ഞു. അവൻ പാറുവമ്മയെയും കൊണ്ട് വേഗത്തിൽ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുത്തു. വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ ആഞ്ഞപ്പോഴാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ദക്ഷ ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചത്. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ നിറഞ്ഞ മിഴികളോടെ അവനോട് യാചിച്ചു, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകുമോ? എന്നെ ഇവിടെ തനിച്ചാക്കി പോകല്ലേ. എനിക്കിവിടെ ഇരുന്നാൽ ഒരു സമാധാനവും ഉണ്ടാകില്ല. അതുകൊണ്ട് പറയുകയാ. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കൊണ്ടുപോണ്ട. അവളുടെ ആ വാക്കുകൾ പൂർത്തിയാക്കാൻ പോലും കാശി സമ്മതിച്ചില്ല. കടുത്ത ദേഷ്യത്തോടെ അവൻ അവളുടെ കൈ തട്ടി മാറ്റി. ഒരക്ഷരം പോലും മിണ്ടാതെ മന്യമായൊരു ഭാവത്തോടെ അവൻ കാറിൻ്റെ ഡോർ ദക്ഷയുടെ മുഖത്തെന്ന പോലെ ആഞ്ഞടിച്ചു. അവൾ തളർന്നു പുറത്തു നിൽക്കുമ്പോൾ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞുപോയി. ഹോസ്പിറ്റലിൽ എത്തിച്ച് ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം പാറുവമ്മയെ ബെഡിലേക്ക് മാറ്റി. ട്രിപ്പിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ അരികിലേക്ക് ഡോക്ടർ നടന്നു വന്നു. കാശിയും അപ്പുറത്ത് വിഷമത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ഡോക്ടർ കാശിയെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല കേട്ടോ. BP പെട്ടെന്ന് ഒരുപാട് കൂടിയതുകൊണ്ട് ബോധം മറന്നു വീണതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടാബ്ലറ്റുകൾ കൃത്യമായി കൊടുക്കണം. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ട്രിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ട് വീട്ടിലേക്ക് പോകാം. വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും നടന്നുപോയി. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് കാശിയുടെ ശ്വാസം നേരെ വീണത്. രാത്രി ഒരുപാടായിട്ടും ദക്ഷയ്ക്ക് ഒട്ടും സമാധാനമുണ്ടായിരുന്നില്ല. അവൾ ആ വലിയ വീടിൻ്റെ പൂമുഖത്ത് അവരെ കാത്തിരിക്കുകയായിരുന്നു. പാറുവമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആ വലിയ ആദിയിൽ അവളുടെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. പെട്ടെന്നാണ് കാറിൻ്റെ വെളിച്ചം മുറ്റത്തേക്ക് വീണത്. കാശി വണ്ടി നിർത്തി പാറുവമ്മയെ പതുക്കെ താങ്ങിയിറക്കി പൂമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഉമ്മറത്തിരിക്കുന്ന ദക്ഷയെ കണ്ടെങ്കിലും കാശി അവളെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവൻ പതുക്കെ പാറുവമ്മയെയും കൂട്ടി താഴത്തെ അവരുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ ശേഷം അവൻ അവർക്ക് കുടിക്കാൻ വെള്ളം എടുത്തു നൽകി. ഡോക്ടർ തന്ന മരുന്നുകളും കൃത്യമായി കഴിപ്പിച്ചു.
അവർ പതുക്കെ ബെഡിലേക്ക് കിടന്നതും അവൻ ദക്ഷയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വലിയ ചുവടുകളോടുകൂടി മുകളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. കാശി മുകളിലേക്ക് പോയി എന്നുറപ്പായ ആ നിമിഷം ദക്ഷ വേഗത്തിൽ പാറുവമ്മയുടെ മുറിയിലേക്ക് ഓടി വന്നു. അവൾ നേരെ ചെന്ന് കട്ടിലിൽ കിടക്കുന്ന പാറുവമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ ഉമ്മകൾ കൊണ്ട് മൂടി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് പാറുവമ്മേ? വേദന വല്ലതുണ്ടോ? അവൾ ആകുലതയോടെ ചോദിച്ചു. പാറുവമ്മ അവളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ കുട്ടിയെ. മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നേരെ ഒരുപാടായില്ലേ. പക്ഷേ ദക്ഷ അവിടെ നിന്നും മാറാൻ കൂട്ടാക്കിയില്ല. ഒരു കൊച്ചുകുട്ടിയെ പോലെ തികഞ്ഞ വാശിയോടെ അവൾ അവരോട് ചോദിച്ചു, ഇന്ന് ഞാൻ പാറുവമ്മയുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ? അവളുടെ ആ ചോദ്യം കേട്ടതും പാറുവമ്മയുടെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർമ്മ ഓടിയെത്തി. പണ്ട് തറവാട്ടിൽ വെച്ച് തൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി ഇതേപോലെ വാശി പിടിച്ച് കരയുന്ന ആ പഴയ കുഞ്ഞു ദക്ഷയെയാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതിനെന്താ മോളെ, മോളിവിടെ കടന്നോ എന്ന് പറഞ്ഞവർ അവളെ തങ്ങളുടെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. എല്ലാ സങ്കടങ്ങളും മറന്ന് ആ വലിയ വീട്ടിൽ തനിക്ക് ലഭിച്ച ഏക തണലായ പാറുവമ്മയുടെ നെഞ്ചോട് ചേർന്ന് അവരെ കെട്ടിപ്പിടിച്ച് ദക്ഷ പതുക്കെ കണ്ണുകൾ അടച്ചു. സമയം രാത്രി 1 മണിയായിരുന്നു. കനത്ത നിശബ്ദതയിലേക്ക് ആ വലിയ വീട് വീണു കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് കാശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. സ്ക്രീനിൽ നോക്കിയ അവൻ കണ്ടത് തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മായ എന്ന പെൺകുട്ടിയുടെ പേരാണ്. അസമയത്തുള്ള ഒട്ടും പതിവില്ലാത്ത ആ കോൾ കണ്ടതും കാശിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയും വശകേടും തോന്നി. അവൻ വേഗം ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു. ഹലോ മായ, എന്താ ഈ സമയത്ത്? മറുതലക്കിൽ നിന്നും മായയുടെ കടുത്ത കരച്ചിലായിരുന്നു കേട്ടത്. അവൾ സങ്കടം കൊണ്ടും ഭയം കൊണ്ടും വിറച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കരച്ചിലിനിടയിലൂടെ അവൾ പറഞ്ഞ ആ കാര്യം കേട്ടതും കാശിയുടെ മുഖത്തെ ഭാവം ആകെ മാറി. അവൻ്റെ ഉള്ളിൽ കടുത്ത ദേഷ്യവും ആദിയും ഒരുപോലെ ഇരച്ചു കയറി. കണ്ണുകളിൽ വന്യമായൊരു രോഷം കത്തിപ്പടർന്നു. നീ പേടിക്കണ്ട മായ, ഞാനിപ്പോൾ തന്നെ വരാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരൊറ്റ നിമിഷം പോലും അവൻ ആലോചിച്ച് നിന്നില്ല. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴേക്ക് ഓടി വന്ന് തൻ്റെ വണ്ടിയുടെ കീ കയ്യിലെടുത്തു. ആ പാതിരാത്രിയിൽ കടുത്ത ദേഷ്യത്തോടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ വലിയ ബംഗ്ലാവിൻ്റെ മുറ്റം വിട്ട് റോട്ടിലേക്ക് പാഞ്ഞുപോയി.